ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ 2 ദിവസം മുന്നേ ഞാനൊരു കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു Q&A കണ്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. ശരിക്കും ഒരു വീക്കെങ്കിലും ആ ഒരു പോസ്റ്റ് കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചിരുന്നായിരുന്നു. കാരണം കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് വരുമല്ലോ. ഇപ്പോൾ സോഫാർ ഞാൻ നോക്കിയിട്ട് 8 ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. അപ്പോൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അപ്പോഴേക്കും ഞാനിവിടെ കാണില്ല, ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും, വീഡിയോ എടുക്കാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഉള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഇപ്പം വീഡിയോ ചെയ്യാമെന്ന്. പിന്നീട് ഒരിക്കലും എന്തായാലും വേറൊരു Q&A സെഷൻ ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാമല്ലോ. വാട്ട് വാസ് ദ മോട്ടിവേഷൻ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ? മോട്ടിവേഷൻ ഞാനതൊരു എൻ്റയർ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്ക്. ആക്ച്വലി എനിക്ക് ഒരുപാട് മോട്ടിവേഷനുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഒന്ന്, സസ്റ്റൈനബിൾ ലിവിങ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേര് അവരുടെ യൂട്യൂബ് ചാനൽസൊക്കെ കണ്ടിട്ട് ഒരു മോട്ടിവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിൻലി എനിക്ക് തോന്നുന്നു കണ്ടൻറ് ക്രിയേറ്റേഴ്സ് തന്നെയാണ്. ഓരോരുത്തരും അവരവരുടേതായ ഒരു ഫീൽഡിൽ സ്വന്തമായിട്ട് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്തൊരു ചാനൽ ഡെവലപ്പ് ചെയ്യുന്നത് കാണുന്നത് എനിക്കൊരു മോട്ടിവേഷനായിരുന്നു. അങ്ങനെ പെർട്ടിക്കുലറായിട്ട് 2-3 ചാനൽസ് ഉണ്ടായിരുന്നു. അതിലേറ്റവും ആദ്യത്തേത് ദിൻ ലൈഫ് എന്ന് പറഞ്ഞൊരു ചാനലായിരുന്നു. ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ വൈ ഐ സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് ഈ ചാനലിനെ പറ്റിയും, അതുപോലെ എനിക്ക് എന്താണ് റീസൺ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ളതിനെ പറ്റിയൊക്കെ. എന്നാലും ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറച്ച് ക്വാളിറ്റി കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ കണ്ടൻറ് കണ്ടിട്ട് മോട്ടിവേറ്റഡ് ആയതാണ് അതൊന്ന്. പിന്നെ രണ്ടാമത് സസ്റ്റൈനബിൾ ലിവിങ് എന്ന് പറയുന്നത് ഞാൻ പഠിച്ച കോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയത് കാരണം എനിക്കതിലൊരു ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെ ജീവിക്കുന്ന, അത് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേരെ പരിചയപ്പെടാനും അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കാണാനും ഒക്കെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ പാർട്ട്ണർ, ഞാനീ ചിരിക്കുന്നു പുറകെ ഇരുന്ന്, എൻ്റെ ചാനൽ ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയിൽ മാത്രമല്ല, വിഷ്വൽസിൻ്റെ ക്വാളിറ്റിയിലും കൂടെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും മോട്ടിവേറ്റ് ചെയ്യുന്നതും ഒക്കെ എൻ്റെ പാർട്ട്ണറാണ്. അപ്പം പുള്ളിയാണ് വേറൊരു മോട്ടിവേഷൻ എന്ന് വേണേൽ പറയാം. ബാക്കിയൊക്കെ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്ലീസ് ഷെയർ യുവർ ലോങ് ടേം ഗോൾസ്. സത്യം പറയാമല്ലോ, എനിക്ക് ഇന്നത്തെ ഗോൾസ് അല്ല ഇന്നത്തെ ഗോൾസ് അല്ല നാളെ, എപ്പോഴും എനിക്ക് ചേഞ്ച് ചെയ്യാറുണ്ട്. ഗോൾസ് മാത്രമല്ല, എൻ്റെ സ്വഭാവവും രീതികളും എല്ലാം. ഇപ്പോൾ റൂമിൻ്റെ അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ പോലും എനിക്ക് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണം. എനിക്ക് എല്ലാം പെട്ടെന്ന് മടുക്കുകയല്ല, ആക്ച്വലി പെട്ടെന്ന് തന്നെ എനിക്ക് സ്വിച്ച് ചെയ്യാൻ തോന്നും. കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് എപ്പോഴും സ്വിച്ച് ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. അതുപോലെ തന്നെ ഗോൾസും എല്ലാം. അപ്പം അതുകൊണ്ട് എനിക്കൊരു ലോങ് ടേം ഗോൾ എന്ന് പറയാൻ എനിക്ക് കുറേ നാളായിട്ടുള്ളൊരു ഗോൾ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം എനിക്ക് ഈ ചാനലൊന്ന് ഡെവലപ്പ് ചെയ്യണം, കുറച്ചുകൂടെ നല്ല കണ്ടൻസ് ഇടണം, കുറച്ചും കൂടെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയണം. അങ്ങനെയൊക്കെയുള്ളൊരു അതൊരു ലോങ് ടേം ഗോളായിട്ട് വേണേൽ പറയാം. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കോഴ്സ് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ട്. പിന്നെന്താണ്, കറൻ്റ്ലി വേറൊന്നും ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. പിന്നെ എനിക്കൊരു സസ്റ്റൈനബിൾ ബിസിനസ്സിൻ്റെ പാർട്ടായാൽ കൊള്ളാമെന്ന് നല്ല ആഗ്രഹമുണ്ട്. നടക്കുമെന്നറിയില്ല, പക്ഷെ ഞാൻ അത്ര അതിനുവേണ്ടിയുള്ള എഫേർട്സ് ഒന്നും എടുത്ത് തുടങ്ങിയിട്ടില്ല. എന്നാലും അങ്ങനൊരു ആഗ്രഹം മനസ്സിലുണ്ട്. പിന്നെയുള്ള ചില ലോങ് ടേം ഗോൾസൊക്കെ കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള ഗോൾസാണ്. അല്ലാതെ ഇത്രയൊക്കെ എൻ്റെ മനസ്സിലിപ്പോൾ വരുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ ലൈഫിലെ ടേണിംഗ് പോയിൻ്റായി കൺസിഡർ ചെയ്യുന്നത് എന്താണ്? സത്യം പറയാമല്ലോ, ഇതും അങ്ങനെ ഒരു പോയിൻ്റായിട്ടില്ല. വേണമെങ്കിൽ ഒത്തിരി ടേണിംഗ് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നെന്ന് വേണേൽ പറയാം. ഒരുപാട് കാര്യങ്ങൾ. എൻ്റെ ലൈഫ് ഭയങ്കര ഈവൻറ്റ്ഫുള്ളായിരുന്നു. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ ഉണ്ടായൊരു ലൈഫായിരുന്നു. വേണമെങ്കിൽ അതിൽ 1-2 പറയാം. ഒന്ന്, ഞാൻ IIT ബോംബെയിൽ MSc എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്ത് അവിടെ പഠിക്കാൻ തുടങ്ങിയ സമയം തൊട്ടൊരു ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് വേണേൽ പറയാം. കാരണം ഞാൻ ഇന്ന് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു കണ്ടൻറ്റിനെ പറ്റി സസ്റ്റൈനബിലിറ്റിയൊക്കെ ഫോക്കസ് ചെയ്യാനൊക്കെ തുടങ്ങിയത് ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സ് ഞാൻ പഠിച്ചേ പിന്നെ. അപ്പോൾ അതൊരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് വേണേൽ പറയാം. രണ്ടാമത്, മാരേജ്. ഞാൻ സിംഗിളായിട്ടിരുന്നപ്പോൾ
എൻ്റെ ഡ്രീംസ് പെർസ്യൂ ചെയ്യുന്നതിനെക്കാട്ടിലും നന്നായിട്ട് എനിക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റുന്നത് മാരേജ് കഴിഞ്ഞ് എൻ്റെ പാർട്ട്ണറുടെ സപ്പോർട്ടും കൂടെ വന്നേ പിന്നെയാണ്. അപ്പോൾ അതും ഒരു വലിയ ടേണിംഗ് പോയിൻ്റ് ആയിട്ട് വേണേൽ പറയാം. അങ്ങനെ ഒരുപാട് ടേണിംഗ് പോയിൻറ്റ്സ് അടിക്കടി വരാറുണ്ട്. നല്ല ടേണിംഗ് പോയിൻറ്റ്സ് ഇതൊക്കെയായിരുന്നു. ഇതുപോലെ മോശം അനുഭവങ്ങളും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ലൈഫിനെ അപ്സൈഡ് ഡൗൺ തിരിച്ചു മറിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഈവൻറ്റ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ചാനലിൽ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ പറയാം അല്ലേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എന്ന് മുതലാണ് ഇങ്ങനെ ഡിസിപ്ലിൻഡ് ആവാൻ തുടങ്ങിയത്? എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് എത്തിയത്? എന്ന് മുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പാൻഡമിക് വന്നേ പിന്നെ. കോവിഡ് ഞാൻ MSc ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ആ ഒരു പാൻഡമിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ ടൈമിൽ നമുക്ക് കുറച്ച് കൂടുതൽ ടൈം കിട്ടുമായിരുന്നല്ലോ. ലൈഫ് ഒരുപാട് ബിസി ആയിരുന്നു അതിന് മുന്നേ. സ്കൂളിങ് കഴിഞ്ഞ് കോളേജ് ലൈഫ്, അത് കഴിഞ്ഞ് എൻട്രൻസ് എക്സാം, പിന്നെ ഞാൻ MScക്ക് ചേരുന്നു. ആ ഒരു ഫസ്റ്റ് സെമിസ്റ്റർ കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് കോവിഡ് ആക്ച്വലി ഒരുപാട് പേർക്ക് മോശം എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് നല്ല എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ല എക്സ്പീരിയൻസ് കിട്ടിയ ഒരാളാണ് ഞാൻ. കോവിഡ് ആ ഒരു പാൻഡമിക് ടൈം, അന്ന് നമ്മൾ ലോക്ക്ഡൗണും വർക്ക് ഫ്രം ഹോം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഒത്തിരി ബെനിഫിഷ്യലായിരുന്നു. ആ ടൈമിൽ എനിക്ക് അത്രയും ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഞാൻ യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു. എൻ്റെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാനും എനിക്ക് ലൈഫിൽ എന്താ ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാനും ഒക്കെ. അപ്പോൾ ആ ടൈമിൽ എനിക്കൊരു റുട്ടീൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റി. എനിക്ക് ഒരുപാട് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അന്ന് മുതലാണ് കുറച്ചൊക്കെ ഡിസിപ്ലിനൊക്കെ വരാൻ തുടങ്ങിയത്. അത്ര ഡിസിപ്ലിൻഡ് ഒന്നും അല്ല കേട്ടോ ഞാൻ കറൻ്റ്. ഞാൻ ആവാൻ ശ്രമിക്കുന്നുണ്ട്, ഡിസിപ്ലിൻഡ് ആവാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു യാത്രയിൽ എനിക്ക് കിട്ടിയ കുറച്ച് ഇൻഫർമേഷനാണ് ഞാനിവിടെ ഈ വീഡിയോസിലൊക്കെ വന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അത്ര കംപ്ലീറ്റ്ലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫൊന്നും അല്ല ലീഡ് ചെയ്യുന്നത്. കുറച്ച് മെസ്സിയാണ്, ഏറ്റക്കുറച്ചിലുള്ള ഒരു ലൈഫ് തന്നെയാണ്. അപ്പം എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് എത്തിയത്? എങ്ങനെ എന്നുള്ളത് സോഷ്യൽ മീഡിയ, ഫ്രണ്ട്സ്, ഫാമിലി. എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത തീരുമാനങ്ങളും എനിക്ക് കിട്ടിയ മോട്ടിവേഷനും എല്ലാം ഈ 3 കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ഞാൻ ഡിസിപ്ലിൻഡ് ആയ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്, അവർ ചെയ്യുന്നത് കണ്ട് മോട്ടിവേറ്റഡ് ആകുകയാണ് മിക്കപ്പോഴും ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ബുക്സ് വായിക്കും. ഒരുപാട് ബുക്സ് വായിച്ച് അതിലെ കാര്യങ്ങളൊക്കെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയപ്പോഴും എനിക്ക് പ്രൊഡക്റ്റീവ് ആകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നല്ല നല്ല ക്വാളിറ്റി കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഇരുന്ന് കാണുക. ബേസിക്കലി ഇതൊക്കെ തന്നെയാണ് ഞാൻ കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ടിവിറ്റിയും ഞാനങ്ങനെ പെർഫെക്റ്റായിട്ട് അല്ലെങ്കിൽ ഭയങ്കര നന്നായിട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. ശ്രമിക്കുന്നുണ്ട് ഒത്തിരി ചെയ്യാനായിട്ട്. കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ചിലതൊക്കെ ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ഞാൻ ഓരോരോ സ്റ്റെപ്സ് എടുത്തുകൊണ്ടിരിക്കുന്നു അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അടുത്ത കമൻറ്റ്, ചൈൽഡ്ഹുഡ് ആൻഡ് ഹൗ യു ഡെവലപ്ഡ് ഇൻട്രസ്റ്റ് ടുവേർഡ്സ് ദീസ് ടോപ്പിക്സ്, ഹൂ ഇൻസ്പയർസ് യു? കമൻറ്റിൻ്റെ ആദ്യത്തെ പോർഷൻ എനിക്ക് ക്ലിയർ ആയില്ല. ചൈൽഡ്ഹുഡിനെ പറ്റി പറയാൻ ആയിരിക്കും അല്ലേ, അതോ ചൈൽഡ്ഹുഡിൽ എങ്ങനെയാണ് ഈ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തതെന്നാണോ? ഓക്കെ, ചൈൽഡ്ഹുഡിനെ പറ്റി പറയാനാണെങ്കിൽ ചൈൽഡ്ഹുഡിനെ പറ്റി എനിക്ക് അധികം ഒന്നും പറയാനില്ല. വളരെ നോർമലായിട്ടുള്ളൊരു ചൈൽഡ്ഹുഡായിരുന്നു. പിന്നെ ഒരു പ്രത്യേകത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 6 സ്കൂളുകളിലായിട്ട് മാറിയാണ് പഠിച്ചത്. പേരൻസിൻ്റെ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ കാരണം 6 സ്കൂളുകളിലായിട്ട് പഠിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ഒരുപാട് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഉണ്ട്. ചൈൽഡ്ഹുഡിനെ പറ്റി ഇങ്ങനെ പറയുമ്പോഴേ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക കാര്യമായിട്ടല്ല ഓർമ്മ വരുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് ഫ്രണ്ട്സ്. അതിൽ ലക്കിലി ഇത്രയും സ്ഥലങ്ങളിൽ മാറി പഠിച്ചെങ്കിലും എനിക്ക് നല്ല ക്വാളിറ്റി ഫ്രണ്ട്ഷിപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് ഞാൻ ഈ പ്രായം വരെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ബെസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്ഷിപ്സ് തന്നെ ആയിരിക്കും. അങ്ങനെ വേറെന്താ പറയുക, ഒരു സ്പെസിഫിക് തിങ് ആയിട്ട് ചോദിക്കുവാണെങ്കിൽ എനിക്ക് പറയാനറിയായിരിക്കും. പക്ഷെ എനിക്കിങ്ങനെ ജനറലായിട്ട് ചൈൽഡ്ഹുഡിനെ പറ്റി പറയാൻ പറഞ്ഞാൽ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ചോദിച്ചേക്കുന്നത്, ഹൗ യു ഡെവലപ്ഡ് ഇൻട്രസ്റ്റ് ടുവേർഡ് ദീസ് ടോപ്പിക്സ്. അത് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് എനിക്കുണ്ടായിരുന്നു. സസ്റ്റൈനബിലിറ്റി, പ്രൊഡക്ടിവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊരു ചെറിയ താല്പര്യം കൊച്ചിലെ തൊട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം, ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ എനിക്ക് തോന്നാൻ കാര്യം ഞാൻ പഠിച്ച കോഴ്സാണ്. ഞാൻ MSc എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ആയിരുന്നു ചെയ്തത് IIT ബോംബെയിൽ. അവിടെ ഞാൻ
ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പരിചയപ്പെട്ട കുറച്ച് ആളുകൾ, ഞാൻ പഠിച്ച ഡിപ്പാർട്ട്മെൻറ്റ് എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഈ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ആളുകളെ പരിചയപ്പെടുകയാണല്ലോ. അപ്പോൾ അവരുടെ ലൈഫിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അവിടുത്തെ പ്രൊഫസേഴ്സ് അവരുടെ ലൈഫിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്ന പല കാര്യങ്ങളും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ഒരു അവസരം കിട്ടി. മെയിൻലി അതായിരുന്നു എൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത്. പിന്നെ പഠിച്ച കോഴ്സിനകത്ത് നമ്മൾ നമ്മുടെ ഭൂമിക്ക് മനുഷ്യൻ വഴിയും അല്ലാതെയും ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് മനസ്സിലാക്കുവാണ്. അപ്പം കോഴ്സിനകത്ത് ഒരുപാട് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ തോന്നി. അതുപോലെ അറിഞ്ഞ കുറച്ച് ഇൻഫർമേഷൻ ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യണമെന്ന് തോന്നി. അപ്പം അങ്ങനെ തുടങ്ങിയൊരു ചാനലാണിത്. അപ്പം അങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്കിലോട്ടൊക്കെ ഒരു സീരിയസ് ഇൻട്രസ്റ്റ് വന്നതെന്ന് വേണേൽ പറയാം. പിന്നെ ഹൂ ഇൻസ്പയർസ് യു? അങ്ങനെ എനിക്കൊരു പെർട്ടിക്കുലർ ആളായിട്ടില്ല. ഒരുപാട് പേര് എന്നെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ തന്നെയാണ് എന്നെ ഇൻസ്പയർ ചെയ്യാറ്. കാരണം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്ന ഈ ഒരു പോയിന്റിലിരിക്കുന്നത്. അപ്പം എനിക്ക് ആ ഒരു ഇൻസ്പിറേഷൻ ലാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ പിന്നോട്ടുള്ള ജേണി തന്നെയാണ് നോക്കാറ്. ഞാനങ്ങനൊരു പൊങ്ങച്ചം പറയുകയല്ല, പക്ഷെ ഞാൻ പ്രിറ്റി സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ ഒരു ജേണിയിൽ. അതുപോലെ ഒരുപാട് വേറെ ആളുകൾ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരുപാട് പ്രൊഫസേഴ്സ്, കൂടെ പഠിച്ച ഒരുപാട് സ്റ്റുഡൻസ്, ഫ്രണ്ട്സ്, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, അതുപോലെ ഞാൻ 2-3 പേരുടെ പേര് എനിക്ക് എടുത്തു പറയണമെന്ന് ആഗ്രഹമുള്ളത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ പേരാണ്. മിന്ന എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഗോപിക, നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളെ ആളുകൾക്ക് അറിയാൻ പറ്റുമല്ലോ. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരാളെ മാത്രമായിട്ട് പറയാൻ ഭയങ്കര പാടാണ്. ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ്, ഇപ്പം ഓരോരുത്തരുടെ പേര് പറയുമ്പോഴും ഞാൻ ഭയങ്കര ഓവർവെൽംഡ് ആവുന്നുണ്ട്. അവൻ അവിടെ ഇരുന്ന് ഈ ഹസ്ബൻഡ് പുറകെ ഇരുന്ന് ചിരിക്കുന്നു. പിന്നെ എൻ്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ടാണ്. ചൈൽഡ്ഹുഡ് മീൻസ് ഇവരെല്ലാം ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്നതാണെങ്കിലും കുറച്ചും കൂടെ ചൈൽഡായിരുന്ന സമയത്തുണ്ടായിരുന്നൊരു ബെസ്റ്റ് ഫ്രണ്ട്, അന്ന് തൊട്ടേ എനിക്ക് കൂടെയുള്ള ഒരാളാണ് ശ്വേത. പിന്നെ അനഘ. അങ്ങനെ ഒരുപാട് നല്ല ക്വാളിറ്റി പീപ്പിൾ എൻ്റെ ഒപ്പമുണ്ട്. അതൊക്കെ തന്നെ എനിക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ്. പക്ഷെ പേര് പറയാൻ പോയി സാൻജോ. ഞാൻ സാൻജോ എൻ്റെ വലിയൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ആക്ച്വലി ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് വേണം അല്ലേ പറയാൻ. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പം ഒരാൾ മാത്രമായിപ്പം ഇവരെല്ലാവരും കൂടുന്നതാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ ആരാണ്? അങ്ങനെ ഒരുപാട് ക്വാളിറ്റി ഹ്യൂമൻ ബീങ്സ് എൻ്റെ ചുറ്റിനുമുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചുറ്റിനും നമ്മൾ അടിപൊളി മനുഷ്യരെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളുടെ പകുതി പ്രശ്നങ്ങളും പോകുന്ന എനിക്ക് തോന്നുന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി കിട്ടിയിട്ടുള്ളതും ഇൻസ്പിറേഷൻ ആയിട്ടുള്ളതും മോട്ടിവേഷൻ തന്നിട്ടുള്ളതും ഒക്കെ എൻ്റെ ചുറ്റിനുമുള്ള അടിപൊളി മനുഷ്യരാണ്. എല്ലാവരെയും നമ്മൾ അപ്സ് ആൻഡ് ഡൗൺസ് എന്തായാലും ഫ്രണ്ട്ഷിപ്സിലും റിലേഷൻഷിപ്സിലും ഒക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും നമ്മളുടെ ഒരു കോൺസ്റ്റൻറ്റ് നമ്മുടെ ലൈഫിൽ പെർമനൻ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ കാണുമല്ലോ നമുക്ക് ഇതുപോലെയുള്ളവരൊക്കെ. അപ്പം നമ്മൾ പെട്ടെന്ന് ആര് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പെട്ടെന്ന് നമ്മൾ റോൾ മോഡൽസ് ആയിട്ട് നമ്മൾ വലിയ വലിയ ആളുകളെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ചുറ്റിനുള്ള ആളുകളെ നമ്മളധികം ശ്രദ്ധിക്കാറില്ല. പക്ഷെ എനിക്ക് കൂടുതലും താല്പര്യവും എനിക്ക് കൂടുതലും ക്ലോസ് ടു ഹാർട്ട് എൻ്റെ ചുറ്റുമുള്ള ആളുകളൊക്കെ തന്നെയാണ്. ഉറപ്പായിട്ടും ഒരുപാട് മഹാന്മാരായ ആളുകളൊക്കെ അവരിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ചിരിപ്പിക്കാൻ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവരുടെ പേരൊക്കെ പറയാൻ ഒരുപാട് പേര് എന്തായാലും കാണുമല്ലോ. ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ആളുകളുടെ പേര് പറയാമെന്ന്. അപ്പം ആ ഒരു കമൻറ്റിന് ഒരുപാട് നന്ദി. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട കമൻറ്റ്. പക്ഷേ ചിരിപ്പിക്കുന്നു. ഇൻസ്റ്റഗ്രാമിൽ വന്ന ഒരു കമൻറ്റും കൂടെ ഉണ്ട്. മോർ ടിപ്സ് അബൌട്ട് സസ്റ്റൈനബിൾ ലിവിങ്. ഉറപ്പായിട്ടും ഇനിയുള്ള വീഡിയോസിൽ കാണും. ഈ ഒരു 3-4 മന്ത്സിലേക്ക് ഞാൻ കുറച്ച് ബിസി ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ ഇടുന്നതിൻ്റെ ഒരു ഫ്രീക്വൻസി കുറയാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ പൂർവാധികം ശക്തിയോടെ വീണ്ടും തിരിച്ചു വരും. അപ്പോൾ എല്ലാവരും ആ ഒരു ബ്രേക്കൊക്കെ ഒന്ന് ക്ഷമിക്കണം.
എടുത്തു വെച്ച വീഡിയോസിൽ കുറച്ച് ക്ലിപ്സ് ഡിലീറ്റ് ആയി പോയതുകൊണ്ട് 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ വോയിസ് ഓവറായിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ: ഹൗ ടു ബിക്കം കൺസിസ്റ്റൻറ്റ് ത്രൂ ജേർണി ഓഫ് പെർസ്യൂവിങ് ഡ്രീംസ് ആൻഡ് ഗോൾസ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എൻ്റെ ഏജാണ്. എനിക്ക് 28 വയസ്സായി. അപ്പോൾ അടുത്തത്: പ്ലീസ് മേക്ക് എ വീഡിയോ ഓൺ സസ്റ്റൈനബിൾ ക്യാപ്സ്യൂൾ വാർഡ്രോബ്. ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എന്തായാലും ഞാൻ ഫ്യൂച്ചറിൽ ഉറപ്പായിട്ടും ക്യാപ്സ്യൂൾ വാർഡ്രോബിനെ പറ്റി ഒരു വീഡിയോ ചെയ്യും. കുറച്ച് മാസത്തേക്കൊന്ന് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആകുന്ന കാരണം കുറച്ചൊരു ഡിലേ ഉണ്ടാവും. എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഫ്യൂച്ചറിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.